നമുക്കൊരു പ്രോബ്ലം വെച്ച് ഡിസ്കസ് ചെയ്യാം. അതായത് ഇപ്പൊ നമുക്ക് dy by dx അല്ലെ ഫുൾ ഡെറിവേറ്റീവ് dy by dx എന്ന് പറയുമ്പോൾ വി ഹാവ് ടു ടൈപ്സ് ഓഫ് വേരിയബിൾസ്. ഒന്ന് ഡിപ്പെൻഡന്റ് വേരിയബിൾ, രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഡിപ്പെൻഡന്റ് എന്ന് വെച്ചാൽ ഇവിടെ y എന്നുള്ളത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതുകൊണ്ടാണ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു ദ ചേഞ്ച് ഓഫ് എക്സ്. അതാണ് നമ്മൾ dy by dx. ഇതെന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എക്സ് ആണ് dy by dx എന്ന് പറയുന്നത്. സോ ഇവിടെ രണ്ട് ക്ലാസ് ഓഫ് വേരിയബിൾസ് ഒന്ന് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, അതായത് അത് വേറെ ഒന്നും ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. രണ്ടാമത്തെ വേരിയബിൾ ആണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഓക്കെ, ഇനി നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഇസ് ഈക്വൽ ടു സം ഡബ്ല്യു എന്നെടുക്കുമ്പോൾ ഇവിടെയും ഡബ്ല്യു ഡിപ്പെൻഡ്സ് അപ്പോൺ എക്സ് വൈ ഇസഡ്. സോ ഇവിടെ എക്സ് വൈ ഇസഡ് എന്നുള്ളത് ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡബ്ല്യു എന്നുള്ളത് ഡിപ്പെൻഡന്റ് വേരിയബിൾ. സോ ഹിയർ ഡബ്ല്യു ഈസ് ഡിപ്പെൻഡന്റ്, കാരണം ഡബ്ല്യു എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? എക്സിനെയും വൈ ഇസഡിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. എക്സ് വൈ ഇസഡ് ഇൻഡിപെൻഡന്റ്. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ്റെ അകത്ത് കൃത്യമായിട്ട് നമുക്ക് തന്നിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ട്രിവിയൽ ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷെ ചില കേസിൽ നമുക്ക് ഡിപ്പെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും ഏതാണെന്ന് എക്സ്പ്ലിസിറ്റ്ലി തരില്ല. ഒന്നാമത്തെ ഇഷ്യൂ. രണ്ടാമത്തെ കാര്യം, ചില കേസിൽ ഈ ഇൻഡിപെൻഡന്റ് വേരിയബിൾ തന്നെ പരസ്പരം ഡിപ്പെൻഡന്റ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, നമുക്ക് ക്വസ്റ്റ്യൻ ഫൈൻഡ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇഫ് w is equal to x square plus y square plus z square and z is equal to x square plus y square. ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. സോ ഇവിടെ ഇതിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒന്ന്, ഇവിടെ w ഡിപ്പെൻഡ്സ് അപ്പോൺ എക്സ് വൈ ഇസഡ്. ഓക്കെ, സോ w എന്ത് വേരിയബിൾ ആണ്? ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. സോ w ഈസ് ഡിപ്പെൻഡന്റ്. പക്ഷേ എക്സും വൈ ഇസഡ് ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ നമുക്ക് ഒന്നുകിൽ ഇസഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ എക്സ് ആൻഡ് വൈ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, കാരണം അപ്പൊ നമുക്ക് ഇസഡും എന്ത് വേരിയബിൾ ആകാം? ഡിപ്പെൻഡന്റ് വേരിയബിൾ ആകാം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കേസിൽ ഒന്നാമത്തെ കേസ് എന്ന് വെച്ചാൽ എന്താണ്? ഡബ്ല്യു ഇസഡും എന്താകാം? ഡിപ്പെൻഡന്റ് വേരിയബിൾ ആകാം. അപ്പൊ ഡബ്ല്യു എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? എക്സിനെയും വൈയെയും ഇസഡിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇസഡ് എന്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു? എക്സിനെയും വൈയെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ ഡബ്ല്യു എസെൻഷ്യലി ഡിപ്പെൻഡ്സ് അപ്പോൺ ടു വേരിയബിൾസ് എക്സ് ആൻഡ് വൈ. അപ്പൊ ഇവിടുത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്തൊക്കെയാകാം? എക്സ് കോമ വൈ. ചോദ്യം ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് കണ്ടുപിടിക്കേണ്ടത് കൊണ്ട് ക്ലിയർലി എക്സ് ഈസ് ആൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. കാരണം ഡബ്ല്യു ഡിപ്പെൻഡ്സ് അപ്പോൺ എക്സ്, ഡബ്ല്യു ഡിപ്പെൻഡന്റ് ആണ്, എക്സ് ഇൻഡിപെൻഡന്റ്. കാരണം നമുക്ക് ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ടേംസിൽ മാത്രമേ ഡെറിവേറ്റീവ് യൂഷ്വലി കാണാവൂ. സോ ഇവിടെ എക്സ് ഇൻഡിപെൻഡന്റ് ആണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഡബ്ല്യു ഓൾറെഡി എന്താണ്? ഡിപ്പെൻഡന്റ് ആണ്. ഇനി നമുക്ക് ഈ ഇക്വേഷനെ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇസഡ് മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ വൈ ഈ കേസിൽ ഡിപ്പെൻഡ്സ് അപ്പോൺ എക്സ് ആൻഡ് ഇസഡ്. അപ്പൊ അവിടുത്തെ കേസിൽ അടുത്ത കേസ് എന്താണ്? വൈയും എന്ത് വേരിയബിൾ ആകാം? ഡിപ്പെൻഡന്റ് വേരിയബിൾ ആകാം. ആ കേസിൽ എക്സും ഇസഡുമാണ് എന്ത്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ രണ്ട് ഡിഫറെന്റ് കേസ് ഉണ്ട്. അപ്പൊ ഇവിടെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മളോട് പറഞ്ഞിട്ടില്ല ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഏതാണ്, ഡിപ്പെൻഡന്റ് വേരിയബിൾ ഏതാണെന്നും പറഞ്ഞിട്ടില്ല. ആ കൂടെ തന്നിരിക്കുന്ന ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ എക്സ് ആണെന്ന് വേണം നമുക്ക് അസ്യൂം ചെയ്യാം. ബാക്കിയൊന്നും തന്നിട്ടില്ല. ഓക്കെ, സോ ഈ കേസിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് കാണുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. അപ്പൊ ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ സർട്ടൻ വേരിയബിൾസ്. ആ വേരിയബിൾസ് തമ്മിലും എക്സ്ട്രാ ആയിട്ട് കണ്ടീഷൻ ഉണ്ട്.
ഇവിടെ w is equal to x square plus y square plus z square and z is equal to x square plus y square. അപ്പൊ ഇവിടെ ഒരു ഫംഗ്ഷന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത് വിത്ത് റെസ്പെക്ട് ടു എ സർട്ടൻ കൺസ്ട്രെയിന്റ്. നമുക്കൊരു കൺസ്ട്രെയിന്റ് ഉണ്ട്, എക്സ്ട്രാ കണ്ടീഷൻ ഉണ്ട്. ഇത്തരത്തിലുള്ള ക്വസ്റ്റിന്റെ കേസിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് എങ്ങനെ കാണാം എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇവിടുത്തെ കേസിൽ ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് we can define multiple answers for this derivative. Okay, ഈ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സിന് ഒന്നിലധികം ആൻസേഴ്സ് ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ ക്വസ്റ്റ്യൻ ഈസ്, നമുക്ക് w എന്നുള്ളൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് which depends upon certain class of variables. ആ വേരിയബിൾസ് തമ്മിലും എക്സ്ട്രാ ആയിട്ട് കണ്ടീഷൻ തന്നിട്ടുണ്ടെങ്കിൽ how can we find the partial derivative? അതാണ്. അല്ലെങ്കിൽ ഡിപെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും എക്സ്പ്ലിസിറ്റ് ആയിട്ട് തന്നിട്ടില്ലെങ്കിൽ ഹൗ ക്യാൻ വി ഫൈൻഡ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ്? ഇതാണ് ചോദ്യം. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് കേസ് എടുക്കുന്നു. സോ കേസ് 1ന്റെ അകത്ത് ഡബ്ല്യുവും ഇസഡും എന്താണ്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അവിടെ എക്സും വൈയും ആണ് ഇൻഡിപെൻഡന്റ്. ഓക്കെ, സോ നമുക്ക് w is equal to x square plus y square plus z square. z is equal to x square plus y square തന്നിട്ടുണ്ട്. അപ്പൊ ഇസഡും എക്സിനെയും വൈയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇസഡിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ w is equal to പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ നമുക്കിപ്പോ w എക്സിന്റെ വൈയുടെ ടേംസിൽ മാത്രമായി. അതാണ് നമ്മൾ ചെയ്യുന്ന പ്രോസസ്. സോ w is equal to എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇത് a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്, a സ്ക്വയർ ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 ടൈംസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. That is x square plus y square plus x raised to 4 plus 2x square y square plus y raised to 4. Okay, so ഇവിടെ നമുക്ക് ഡോ w by ഡോ x ഇനി കാണാം. ഡോ w by ഡോ x വിത്ത് റെസ്പെക്ട് ടു x എടുക്കുമ്പോൾ എന്ത് കോൺസ്റ്റന്റ് ആണ്? y കോൺസ്റ്റന്റ് ആണ്. സോ y കോൺസ്റ്റന്റ് മീൻസ് ആദ്യം x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ഈസ് 2x, y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ഈസ് 0, x raised to 4 derivative is 4x cube, 2x square y square, 2y square common എടുക്കുന്നു, x square derivative is 2x, y raised to 4 derivative is 0. So this is the expression. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. Which is 4x cube plus 2x plus 2 into 2 4x y square. ഇതാണ് ഡോ w ബൈ ഡോ x. ക്ലിയർ ആണോ? ഇവിടെ എന്ത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്? എക്സും വൈയും ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണെങ്കിൽ ഇതാണ് ഡോ w ബൈ ഡോ x. അടുത്ത് നമുക്ക് രണ്ടാമത്തെ കേസ് കൺസിഡർ ചെയ്യാം. കേസ് 2ന്റെ അകത്ത് നമുക്ക് തന്നിട്ടുണ്ട് w ഇസഡും ആണ് ഇൻഡിപെൻഡന്റ്. സോ w വൈയും ആണ് ഡിപെൻഡന്റ് വേരിയബിൾ. So w is equal to x square plus y square plus z square. ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഏതൊക്കെയാ? സോ അവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എക്സും ഇസഡും ആണ്. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് w-നെ എക്സിന്റെയും ഇസഡിന്റെയും ടേംസിൽ മാത്രമാക്കാം. ഇവിടെ തന്നിട്ടുണ്ട് z is equal to x square plus y square, which implies y square is equal to z minus x square. Substitute ചെയ്ത്, so w is equal to x square plus z minus x square plus z square. Okay, which means x square cancel ആയിപ്പോയാൽ z plus z square കിട്ടും w. Okay, so which means
ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് എക്സ് എടുക്കുമ്പോൾ ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഇസഡേ ഉള്ളൂ. ഇസഡ് കോൺസ്റ്റന്റ് ആണ്. ഇസഡിന്റെ ഡെറിവേറ്റീവ് 0, ഇസഡ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 0. സോ ദ ആൻസർ ഈസ് 0. സോ ഇവിടെ മനസ്സിലാക്കുക, രണ്ട് സെപ്പറേറ്റ് കേസ് ആയപ്പോൾ നമുക്ക് രണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് കിട്ടിയത്. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സിന്റെ ആൻസർ ഫസ്റ്റ് കേസിൽ ഒന്ന് കിട്ടിയത് അതേ ആൻസർ അല്ല നമുക്ക് സെക്കൻഡ് കേസിൽ കിട്ടിയത്. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി സർ. ക്ലിയർ ആണോ? കൺസെപ്റ്റ് ക്ലിയർ ആണോ? മനസ്സിലായോ? എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായോ? ഓക്കെ, നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യുമോ? Can you please respond? മനസ്സിലായി സർ. ഓക്കെ, എന്നാ മൂവിങ് ഓൺ ടു. അപ്പം നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ തമ്മിൽ കുറച്ച് റിലേഷൻ ഉണ്ട്. ആ റിലേഷനിൽ നിന്ന് നമുക്ക് എന്താ ആ റിലേഷൻ വെച്ചുകൊണ്ട് തന്നെ പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ടാസ്ക്. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Here you go. Find dou w by dou x question. Find dou w by dou x at the point x y z is equal to 2 minus 1 1 if w is equal to x square plus y square plus z square and z cube minus xy plus yz plus y cube is equal to 1 and x and y are independent variables. Okay, question clear ആണെന്ന് വിശ്വസിക്കുന്നു. പറഞ്ഞോട്ടെ, ആൻസർ പറഞ്ഞോട്ടെ. പറഞ്ഞു സർ. ഓക്കെ, ഓക്കെ, ഇവിടെ തന്നിട്ടുണ്ട്, ഇവിടെ w ഡിപ്പെൻഡ്സ് അപ്പോൺ എക്സ് വൈ ഇസഡ്. ഇവിടെ തന്നിട്ടുണ്ട് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. സോ ഇസഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. സോ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഡബ്ല്യുവിനെ അടുത്ത ഒബ്ജക്റ്റീവ്, അപ്പൊ എക്സും വൈയുടെ ടേംസിലാണ്, എക്സും വൈയും ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യുവിനെ എക്സിന്റെയും വൈയുടെയും ടേംസിൽ മാത്രമാക്കി നമുക്ക് എഴുതാൻ പറ്റണം. അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. സോ അങ്ങനെയാണെങ്കിൽ ഇസഡിന്റെ വാല്യൂ ഇവിടെ നിന്ന് കണ്ടെത്താൻ സാധിക്കും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇസഡ് ക്യൂബും ഇവിടെ ഇസഡും ആണ്. പിന്നെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇസഡിന്റെ വാല്യൂ കണ്ടുപിടിച്ച് എഴുതുന്നത് അല്പം എളുപ്പമല്ല. സോ അപ്പം നമ്മൾ ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് ആദ്യം ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് രണ്ട് കേസിലും കണ്ടുപിടിക്കുക, രണ്ട് ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുക. സോ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്, അപ്പൊ ഇവിടെ എക്സ് വിത്ത് റെസ്പെക്ട് എക്സ് എടുക്കുമ്പോൾ വൈ മാത്രമാണ് കോൺസ്റ്റന്റ്, കാരണം എക്സും വൈയും ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഓക്കെ, ഇനി എക്സും വൈയും ഇസഡും ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. എക്സ് വിത്ത് റെസ്പെക്ട് എക്സ് എടുക്കുമ്പോൾ വൈയും ഇസഡും കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ഇസഡ് കോൺസ്റ്റന്റ് അല്ല, കാരണം ഇസഡ് എന്ത് ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x, y square derivative 0. Z dependent variable ആണ്, so Z depends upon x. So Z square derivative is 2Z into dou Z by dou x. Equation number 1. So മനസ്സിലായോ? ഓക്കെ, അടുത്ത നമ്മുടെ അടുത്ത ഇക്വേഷൻ ഉണ്ട്. അടുത്ത ഇക്വേഷൻ ത്രൂ ഔട്ട് നമ്മൾ എന്ത് ചെയ്തു? വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യും. സോ ഈ അടുത്ത ഇക്വേഷൻ ഇസഡ് ക്യൂബ് മൈനസ് എക്സ് വൈ പ്ലസ് വൈ ഇസഡ് പ്ലസ് വൈ ക്യൂബ് ഇസ് ഈക്വൽ ടു 1നെ വിത്ത് റെസ്പെക്ട് ടു ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. പാർഷ്യലി ആണ്, പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സിൽ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കും. So this is actually
3z square into dou z by dou x minus y times x in the derivative is 1 plus y times dou z by dou x plus y cube in the derivative is 0 plus 1 in the derivative is 0. Okay. So first term, third term in dou z by dou x common under. So common എടുക്കുമ്പോൾ dou z by dou x times 3z square plus y minus y is equal to 0. ഇത്രയും ഭാഗം ക്ലിയർ ആണോ? അതെ സർ. ഓക്കെ. അപ്പൊ അടുത്തത് ഇതിൽ നിന്ന് dou z by dou x times 3z square plus y is equal to y എന്ന് കിട്ടും, which implies dou z by dou x is equal to y divided by 3z square plus y. Okay. ഇനി dou z by dou x ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? So equation 1 implies ഇങ്ങോട്ട് അങ്ങ് എഴുതുകയാണ് dou w by dou x is equal to 2x plus 2z into dou z by dou x is y divided by 3z square plus y. Okay, clear ആണോ? അതെ സർ. ക്ലിയർ ആണല്ലോ? അതെ സർ. Okay, x by z ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. Here x is equal to കണ്ടുപിടിക്കേണ്ടത് x is equal to 2, y is equal to -1, z is equal to 1 എന്നുള്ള പോയിന്റ് ആണ് കണ്ടുപിടിക്കുന്നത്. So dou w by dou x is x ന്റെ വാല്യൂ 2 times x is 2 times 2 which is 4 plus 2 times z which is 2 times 1 which is 2. Y is -1 divided by 3z square. 3 times z square is 1 square plus y is -1. So 4 minus 2, 3 minus 1 which is 2. The answer is 3. Clear ആണോ? ക്ലിയർ ആണ് സർ. Okay. അതെ സർ. Okay. നമുക്ക് ഇങ്ങനെ പല വേരിയബിൾസ് തരുമ്പോൾ നമുക്ക് അതിന്റെ ഡെറിവേറ്റീവ്, പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എ സർട്ടൻ കൺസ്ട്രെയിൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. സോ ഇനി നമുക്ക് ഒരു നൊട്ടേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നൊട്ടേഷൻ. ഓക്കെ. dou w by dou x y എന്ന് വെച്ചാൽ ഇങ്ങനെ നൊട്ടേഷൻ നിങ്ങൾക്ക് തരികയാണെങ്കിൽ മീനിങ് ഫൈൻഡ് dou w by dou x where x and y are independent variables. ഇതാണ് നിങ്ങളുടെ കൊണ്ടുള്ള ക്വസ്റ്റ്യൻ. സിമിലർലി dou w by dou y z എന്ന് വെച്ചാൽ എന്താണ്? ഫൈൻഡ് dou w by dou y where y and z are independent variables. Okay. Dou w by dou x y, z എന്ന് വെച്ചാൽ ഇവിടെ x ഉം y ഉം z ഉം ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. Find dou w by dou x where x, y, z are independent variables. Notation clear ആണോ? Notation clear ആണോ? അതെ സർ. ഓക്കെ. അപ്പൊ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കത്തുള്ളൂ, ഫൈൻഡ് ദിസ് വാല്യൂ എന്നേ ചോദിക്കത്തുള്ളൂ. അത് കൃത്യമായിട്ട് മനസ്സിലായിക്കണം. ഈ സിമ്പിളിന്റെ അർത്ഥം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായിക്കണം. സോ ക്വസ്റ്റ്യൻ, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ്
dou w by dou x of y comma z if w is equal to x square plus y minus z plus sin t, where x plus y is equal to t. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ക്ലിയർലി നമുക്ക് തന്നിട്ടുണ്ട് എക്സ് വൈ ഇസഡ്. സോ ആൻസറിലേക്ക് പോവാം. ഹിയർ എക്സ് വൈ ഇസഡ് ആർ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടത് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്. അതായത് ഞാൻ ഡബ്ല്യുവിനെ എക്സിന്റെയും വൈയുടെയും ഇസഡിന്റെയും ടേംസിൽ മാത്രം എഴുതുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഒബ്ജക്റ്റീവ്. ഓക്കെ. സോ ഇവിടെ ടി എന്നുള്ളത് അപ്പൊ ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അപ്പൊ ടി വൈയുടെ എക്സിന്റെ ടേംസിൽ തന്നിട്ടുണ്ട്. അപ്പൊ ടി മാറ്റിയിട്ട് എക്സിന്റെയും വൈയുടെ ഇസഡിന്റെയും ടേംസിലാക്കിയാൽ നമ്മുടെ പ്രശ്നം അവസാനിച്ചു. സോ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് ഇസഡ് പ്ലസ് സൈൻ ടിക്ക് പകരം എന്ത് എക്സ് പ്ലസ് വൈ. ഇപ്പൊ എന്തായി? ഡബ്ല്യു എക്സിന്റെയും വൈയുടെയും ഇസഡിന്റെയും ടേംസിൽ മാത്രമായി. അപ്പൊ നമുക്കൊരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണാം. കുറെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷനെ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ടേംസിൽ മാത്രമാക്കാൻ ശ്രമിക്കും. അപ്പൊ അങ്ങനെ ചെയ്തുള്ള അഡ്വാൻറ്റേജ് എന്താ? ഇനിയും വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എടുക്കുമ്പോൾ വൈയും ഇസഡും എന്താണ്? കോൺസ്റ്റൻസ് ആണ്. അതാണ് അഡ്വാൻറ്റേജ്. ഓക്കെ. ഇനി നമുക്ക് എടുക്കാം ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഓഫ് വൈ കോമ ഇസഡ്. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. അവിടെ വൈയും ഇസഡും എന്താണ്? കോൺസ്റ്റന്റ് ആണ്. നമുക്ക് ഡിപെൻഡന്റ് വേരിയബിളിനെ കോൺസ്റ്റന്റ് ആയി കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെ മാത്രം നമ്മൾ കോൺസ്റ്റന്റ് ആയി കൺസിഡർ ചെയ്യും. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ഈസ് 2x, വൈയുടെ ഡെറിവേറ്റീവ് ഈസ് 0, മൈനസ് ഇസഡിന്റെ ഡെറിവേറ്റീവ് ഈസ് 0, സൈന്റെ ഡെറിവേറ്റീവ് കോസ് ഓഫ് എക്സ് പ്ലസ് വൈ ടൈംസ് എക്സ് പ്ലസ് വൈയുടെ ഡെറിവേറ്റീവ് ഈസ് 1 plus 0. So which is 2x plus cos x plus 1. ക്ലിയർ ആണോ? അതെ സർ. ഓക്കെ. അപ്പൊ ഇത് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ, നമ്മള് ഇൻഡിപെൻഡന്റ് വേരിയബിൾ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നിട്ടുള്ള ഫംഗ്ഷനെ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെ ടേംസിൽ മാത്രമാക്കുക. എന്നിട്ടാണ് നമ്മൾ ബാക്കി ചെയ്യേണ്ടത്. ഓക്കെ. എന്നിട്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെ മാത്രം നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. ഡിപെൻഡന്റ് വേരിയബിൾസ് നമ്മൾ കോൺസ്റ്റന്റ് ആക്കി കൺസിഡർ ചെയ്യും. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട 1-2 ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഒന്ന് എ ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഓഫ് ഇസഡ്, B dou W by dou Z of X, C dou W by dou Z of Y if W is equal to X square plus Y square plus Z square and Z is equal to X square plus Y square. ഓക്കെ. നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ. ഫസ്റ്റ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഓഫ് ഇസഡ്. സോ ഇവിടെ വൈയും ഇസഡും ഇൻഡിപെൻഡന്റ് ആണ്. ഡബ്ല്യു എക്സും എന്താണ്? ഡിപെൻഡന്റ് ആണ്. സോ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഡബ്ല്യുവിനെ വൈയുടെയും ഇസഡിന്റെയും ടേംസിൽ മാത്രമാക്കാം. അപ്പൊ എക്സ് സ്ക്വയർ, ഇതിൽ നിന്ന് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇസഡ് മൈനസ് വൈ സ്ക്വയർ നമുക്ക് എഴുതാൻ സാധിക്കും.
അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ W is equal to Z minus Y square plus Y square plus Z square. ഇത് മനസ്സിലായി? എന്തുകൊണ്ട് എങ്ങനെ എഴുതിയെന്ന് മനസ്സിലായോ? മനസ്സിലായി സർ. എന്തുകൊണ്ട് എങ്ങനെ എഴുതിയെന്ന് മനസ്സിലായോ? മനസ്സിലായി സർ. കാരണം നമുക്ക് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്തൊക്കെയാണ്? വൈയും ഇസഡും. അപ്പൊ ഡബ്ല്യുവിനെ വൈയുടെ ഇസഡിന്റെ ടെൻസിൽ മാത്രമാക്കണം. സോ വൈ സ്ക്വയറും ക്യാൻസൽ ആക്കി കളയാം. സോ ആൻസർ ബിക്കംസ് ഇസഡ് പ്ലസ് ഇസഡ് സ്ക്വയർ. നൗ ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഓഫ് ഇസഡ്. വിത്ത് റെസ്പെക്ട് വൈ എടുക്കുമ്പോൾ ഇസഡ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. സോ ഇതിന്റെ ഡെറിവേറ്റീവ് ഇസഡ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിന്റെ ഡെറിവേറ്റീവ് എന്ത് കിട്ടും? സ്ക്വയർ തന്നെ. So first question I. Now moving on to the next question. Dou W by dou Z of X. So ഇവിടെ clearly നമുക്ക് മനസ്സിലാക്കാം X Z ആണ് independent variable. So here X and Z are independent variables. So y-യും w ആണ് എന്ത്? ഡിപെൻഡന്റ്. So w is equal to x square plus y square plus z square. ഇതിനെ നമ്മൾ എന്തിന്റെ ടേംസിലൊക്കെ ആക്കണം? എക്സിന്റെ ഇസഡിന്റെ ടേംസിലാക്കണം. അപ്പൊ y സ്ക്വയറിനെ നമുക്ക് മാറ്റണം. ഓക്കെ. സോ y സ്ക്വയറിനെ നമുക്ക് മാറ്റി ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ z is equal to x square plus y square ആണ്. ഇതിൽ നിന്ന് y square is equal to z minus x square എന്ന് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x square plus z minus x square plus z square ക്യാൻസൽ ആക്കി കളയുമ്പോൾ z plus z square എന്ന് കിട്ടും. W. Now dou W by dou z of x. With respect to z എടുക്കുമ്പോൾ x കോൺസ്റ്റന്റ് ആണ്. So ഇതിന്റെ ഡെറിവേറ്റീവ് z ന്റെ ഡെറിവേറ്റീവ് is 1. Z square derivative is 2z. So the answer is 1 plus 2z. Okay. ഇനി ലാസ്റ്റ് കണ്ടുപിടിക്കാനുള്ളത് dou W by dou Z of y. So ഇവിടുത്തെ കേസ് മനസ്സിലാക്കുക Z y ഇൻഡിപെൻഡന്റ് ആണ്. W X ഡിപെൻഡന്റ് ആണ്. So W is equal to x square plus y square plus z square. ഇപ്പൊ ഡബ്ല്യുവിനെ നമുക്ക് എന്തിന്റെയൊക്കെ ടേംസിലാക്കണം? ഇസഡിന്റെയും വൈയുടെയും ടേംസിലാക്കണം. സോ എക്സ് സ്ക്വയറിന് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കണം. സോ ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. സോ വിച്ച് ഇംപ്ലൈസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇസഡ് മൈനസ് വൈ സ്ക്വയർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദിസ് ഇംപ്ലൈസ് ഇസഡ് മൈനസ് വൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് കിട്ടും. വൈ സ്ക്വയറും ക്യാൻസൽ ആക്കി പറയുമ്പോൾ ഇസഡ് പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് കിട്ടും. അതിനെ വിത്ത് റെസ്പെക്ട് ടു ഇസഡിൽ എടുക്കുമ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് y is equal to ഇസഡിന്റെ ഡെറിവേറ്റീവ് ഈസ് 1, ഇസഡ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ഈസ് 2. ഓക്കെ, ക്ലിയർ ആണോ? അതെ സർ. ഓക്കെ, ഇത് മനസ്സിലായി? എങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ, എക്സസൈസ് പ്രോബ്ലംസേ ഉള്ളൂ, നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇനി ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ പറയാനുണ്ട്, അതുകൂടെ പറഞ്ഞ എന്റെ ഭാഗം തീരും. അത് ഞാൻ അടുത്ത ഒരു ദിവസം വന്നിട്ട് ലൈവ് സെഷൻ വന്നിട്ട് ചെയ്യാം. നിങ്ങൾക്ക് പ്രോബ്ലം തരുന്നില്ല, നിങ്ങൾ ചെയ്യില്ല, എനിക്കറിയാം, നിങ്ങൾക്ക് വേറെ പഠിക്കാനുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നു. സോ ഐ വിൽ സ്റ്റോപ്പ് ഹിയർ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്.
you have any doubts, please ask me.